ഹലോ ഗൈസ്, വെൽക്കം ടു ഓഡിയോ ഫയൽ. മൈഡാസ് M32 കൺസോളിനകത്ത് ഓട്ടോമിക്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. രണ്ട് രീതിയിൽ നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റും. ഓട്ടോമിക്സ് നിങ്ങൾ മീറ്റർ പേജിൽ വരിക, അതിനുശേഷം റൈറ്റ് സൈഡിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഓട്ടോമിക്സിൻ്റെ പേജ്. നമുക്ക് രണ്ട് ഗ്രൂപ്പുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, എക്സ് അതുപോലെ തന്നെ വൈ. M32 നമുക്ക് ഫസ്റ്റ് 8 ചാനലിന് മാത്രമേ നമുക്ക് ഓട്ടോമിക്സ് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഈ ഒരു എൻകോഡർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ 8 ചാനലുകളും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു എൻകോഡറിൽ പുഷ് ചെയ്തിട്ടാണ് നമ്മുടെ ചാനൽ നമുക്ക് എക്സ് ഗ്രൂപ്പിലേക്കാണോ അതോ വൈ ഗ്രൂപ്പിലേക്കാണോ വേണ്ടതെന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ചാനൽ അസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ കാണാം, ഓട്ടോ വെയിറ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളൊരു 8 പേരുള്ള ഒരു പാനൽ ഡിസ്കഷനാണ്. അപ്പോൾ അവിടെ ഒരു മോഡറേറ്റർ ഉണ്ടാവും. നിങ്ങൾക്ക് മോഡറേറ്റർ എപ്പോഴും ലീഡായിട്ട് നിങ്ങൾക്ക് നിൽക്കണം. ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം എപ്പോഴും മോഡറേറ്റർ പറയുന്ന ലെവലിന് താഴെ മാത്രമേ ബാക്കിയുള്ള മൈക്സ് എല്ലാം വർക്ക് ചെയ്യൂ. ഡിപ്പെൻസ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ചാനലിൻ്റെയും വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു മീറ്റർ പേജിൽ പോവാതെ തന്നെ നിങ്ങൾക്ക് ഹോം സ്ക്രീനിൽ വന്നിട്ട് നിങ്ങളുടെ ചാനൽ സെലക്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ഓട്ടോമിക്സ് ആക്സസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചാനൽ സെലക്ട് ചെയ്യുക, ഹോം സ്ക്രീനിൽ വരിക, എന്നിട്ട് സെക്കൻഡ് പേജ് എടുക്കുക. സെക്കൻഡ് പേജിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഓട്ടോ ഗ്രൂപ്പ്. ഈ ഒരു എൻകോഡർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സ് ഗ്രൂപ്പിലേക്കോ അതോ വൈ ഗ്രൂപ്പിലേക്കോ നിങ്ങൾക്ക് ചാനൽസിനെ ആഡ് ചെയ്യാവുന്നതാണ്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ വെയിറ്റ് ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. വൺസ് നിങ്ങൾ ചാനൽ എക്സിലേക്കോ അതോ വൈയിലേക്കോ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും എക്സ് എന്നോ അല്ലെങ്കിൽ വൈ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മാർക്കിംഗ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ 8 ചാനലും നമ്മൾ എക്സ് ഗ്രൂപ്പിലേക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു 8 ചാനൽ ഓട്ടോമിക്സിലേക്ക് അസൈൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം 8 പോഡിയം മൈക്സ് ആണ് നമ്മളിവിടെ സ്റ്റേജിൽ ഉപയോഗിക്കുന്നത്. അറ്റ് എ ടൈം നമുക്ക് 8 മൈക്കും ഓപ്പൺ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോർമലി മാനുവലി കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കണ്ടൻസർ മൈക്രോഫോണാണ്, അതുകൊണ്ട് തന്നെ ഫീഡ്ബാക്ക് ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓട്ടോമിക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ചാനലിൻ്റെ ആ ഒരു ലെവലിംഗ് എല്ലാം ഓട്ടോമിക്സ് തന്നെ കൺട്രോൾ ചെയ്തോളും. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചാനൽ 8 നമുക്ക് സിഗ്നൽ വരുന്നുണ്ട്. ഓട്ടോമിക്സറിൽ ബാക്കി 6 ചാനൽസും ഷട്ടായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഓട്ടോമിക്സിനെ കുറിച്ച് ഇതിൽ പറയാനുള്ളത്. M32 കൺസോളിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മളതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.